ഹലോ എവരി വൺ. ചില സ്റ്റുഡൻസ് ഒക്കെ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട് ഫ്യൂച്ചറിൽ സയൻറ്റിസ്റ്റ് ആകാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നൊക്കെ. അല്ലെങ്കിൽ പല സ്റ്റുഡൻസിനോടും ഇപ്പോൾ നമ്മൾ പല സ്കൂളുകളിലൊക്കെ പോയിട്ട് അവരോട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയാറുണ്ട് അവർക്കൊരു ISR ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ അവിടെ ഒരു സയൻറ്റിസ്റ്റ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് പറയുന്നതാണ്. അപ്പോൾ ആക്ച്വലി അവർക്കൊരു സയൻറ്റിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുക? അപ്പോൾ അവർ ഹൈസ്കൂളിൽ പഠിക്കുന്നവരാവാം, അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ക്ലാസ്സുകൾ അതിൻ്റെ മുകളിലുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെയുള്ള സ്റ്റുഡൻസിന് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇത്തരം പൊസിഷൻസിൽ എങ്ങനെ എത്തിപ്പെടാൻ പറ്റുക, അതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് അവർക്ക് സ്കൂളിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ പലപ്പോഴും പല സ്കൂളിൽ നിന്നും ടീച്ചേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആക്ച്വലി നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ സ്റ്റുഡൻസിലുള്ള ഇന്നൊവേഷൻ കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ കുറച്ചും കൂടി ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള അവരുടെ തിങ്കിങ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ പെടുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് കേരള ഗവൺമെൻറ് നടത്തുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന YIP എന്നുള്ള ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ YIP എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന്, അത് ഹൈസ്കൂൾ സ്റ്റുഡൻസ് ഉണ്ട്, കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്, പല കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അവരിൽ വരുന്ന ഒരു ഇന്നോവേറ്റീവ് ഐഡിയ അല്ലെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിലോട്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാം എന്ന് ഉറപ്പുള്ള ഐഡിയാസ്, അത്തരത്തിലുള്ള ഐഡിയാസിന് ഡെവലപ്പ് ചെയ്യാനും അതിനെ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഒരു ബിസിനസ്സാക്കി മാറ്റാൻ, ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാൻ, അല്ലെങ്കിൽ അതിനൊരു പാറ്റൻ്റ് എടുക്കാൻ വരെ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആക്ച്വലി YIP അല്ലെങ്കിൽ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയാസ്? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കേരള ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ എന്ന് പറയുന്ന KDISC എന്ന് പറയുന്ന കേരള ഗവൺമെൻറ് വിങ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ ഇന്നോവേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടൈമിലൊക്കെ ഈ ഒരു പ്രോഗ്രാം വന്നപ്പോൾ അതിൽ അധികവും പ്രൈവറ്റ് സ്കൂളുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ അതുപോലത്തെ സ്കൂളിലെ സ്ഥാപനങ്ങളിലുള്ള ആളുകളൊക്കെ ആയിരുന്നു കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ബാക്കിയുള്ള ഗവൺമെൻറ് സ്കൂളിലുള്ള ആളുകൾക്ക് അത്രമാത്രം ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും ഇതിന് ഒരുപോലെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഈ വർഷം മുതൽ കുറച്ചും കൂടെ 50% ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ടീംസ് ടു ബി ഫ്രം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, അതായത് SC ST ഫിഷൽ ഫോക്ക് ആൻഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 50% അവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 50% ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റുഡൻസ് ടു ബി ഗേൾസ് എന്നുള്ളതും, അതായത് ഗേൾസ് കൂടുതൽ വരണം. അതുപോലെ തന്നെ പല സൊസൈറ്റിൻ്റെ പല കാറ്റഗറിയിലുള്ള ആളുകളും കൂടെ ഇതിലോട്ട് വരണം എന്നുള്ളതുകൊണ്ട് ഗവൺമെൻറ് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ്. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻഹാൻസിങ് ഐഡൻറ്റിഫൈഡ് യൂത്ത് വിത്ത് കൊളാബറേറ്റീവ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ് ആൻഡ് ഡിസൈൻ തിങ്കിങ് എന്നുള്ളതാണ്. അതായത് സ്റ്റുഡൻസിനുള്ള, അത് യൂത്തായുള്ള ആളുകളിലുള്ള തിങ്കിങ് എബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, അവരുടെ ഇന്നോവേറ്റീവ് കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യുക, അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. എംപവറിംഗ് ആൻഡ് ബിൽഡിംഗ് യൂത്ത് ത്രൂ MNC പ്രോഗ്രാംസ് ടു ലേൺ, എംപതൈസ്, ആക്സലറേറ്റ് ആൻഡ് ഡിസ്റപ്റ്റ്. ലീഡ് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ പല സ്കില്ലുകൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെൻറ്ററിംഗ് ദം ആൻഡ് ഇൻറ്റൻസിഫൈങ് നെറ്റ്വർക്കിംഗ് ടു ബിൽഡ് എ പ്രൊഡക്റ്റ് ഓർ ഡെവലപ്പ് എ പ്രോസസ് എന്നുള്ളതാണ്. അതായത് അവർക്ക് ഏറ്റവും എക്സ്പേർട്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എക്സ്പേർട്സിൻ്റെ മെൻറ്റർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ ആ ഒരു ഐഡിയ പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ട്രാക്കിംഗ് ദ യങ് ഇന്നോവേറ്റേഴ്സ് ആൻഡ് ലിങ്കിങ് ദം ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഡസ്ട്രീസ്, എന്റർപ്രൈസസ് ആൻഡ് പ്രോസ്പെക്റ്റീവ് ഫണ്ടിങ് ഏജൻസീസ് എന്നുള്ളതാണ്. അതായത് ഒരുപാട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് നമ്മുടെ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ NIT കാലിക്കറ്റ് പോലെ അതുപോലുള്ള ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഹെൽപ്പോട് കൂടെ, അവിടെയുള്ള പ്രൊഫസേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടെ, അവിടുത്തെ ഫെസിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ ഇവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നുണ്ടെന്നാണ്. അത് ബിൽഡിംഗ് എ സ്ട്രോങ് പൂൾ ഓഫ് മെന്റേഴ്സ് ടു ഐഡന്റിഫൈ, അസസ് ആൻഡ് ട്രാക്ക് ഇന്നോവേഷൻസ് ആസ് വെൽ ആസ് പ്രൊവൈഡ് യങ് ഇന്നോവേറ്റേഴ്സ് ദ നെസസറി അക്കാഡമിക് ഡൊമൈൻ സ്പെസിഫിക് ആസ് വെൽ ആസ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് നെസസറി ത്രൂ ദ പ്രോസസ് എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെൻറ്റേഴ്സിൻ്റെ ഒരു പൂൾ ഇവർക്കുണ്ട്. അതായത് എക്സ്പേർട്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരു പൂളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ആ ഒരു പൂളിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരിതിൻ്റെ കൂടെ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രിപ്പയറിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് യൂത്ത് ഇൻ കേരള ടു അപ്ലൈ ഇൻഡസ്ട്രി 4.0 ഇനിയുള്ള അങ്ങോട്ടുള്ള കാലത്ത് അല്ലെ 4ാം വ്യാവസായിക വിപ്ലവം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് സ്റ്റുഡൻസിൽ നിന്ന് വരണം എന്നുള്ളതുകൊണ്ടാണ് അതൊരു ഒബ്ജക്റ്റീവായിട്ട് വെച്ചിട്ടുള്ളത്. Related skills within an overreaching framework of design thinking of
ഡിസൈൻ തിങ്കിങ് ഫോർ അപ്ലൈയിങ് അക്വേർഡ് സയൻസസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് മാത്തമാറ്റിക്സ്, സ്റ്റീം എന്ന് പറയും. ഓക്കെ, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഫീൽഡിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിലുള്ള സ്കിൽസ് ടു സോൾവ് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആൻഡ് ഹാർഡ് ടു സോൾവ് വീക്ക് പ്രോബ്ലംസ്, കോംപ്ലക്സ് ചാലഞ്ചസ്, ഓവർകം ലോക്കൽ ആൻഡ് ഹൈപ്പർ ലോക്കൽ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഇഷ്യൂസ് ആയിരിക്കാം, ഫ്യൂച്ചറിൽ വേണ്ട ടെക്നിക്കൽ സൊല്യൂഷൻസ് ആയിരിക്കാം, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ ഇത്തരത്തിൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്സ്, മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള ഫീൽഡിലൊക്കെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും അല്ലാത്ത കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടെ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരുപാട് സ്റ്റേജുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാറ്റഗറി ആളുകൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെ കാര്യം മാത്രം പറയാം. അവർ കാറ്റഗറി 1-ലാണ് വരുന്നത്. കാറ്റഗറി 1 നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ട്രീം കവർ സ്റ്റുഡൻസ് ഇൻ ഹൈ സ്കൂൾസ്, ഹയർ സെക്കൻഡറി സ്കൂൾസ് ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾസ് വെർ ഇൻ ബ്ലോക്ക് ലെവൽ ഇന്നോവേഷൻ ഫെസ്റ്റ് ആർ ഓർഗനൈസ്ഡ് ആഫ്റ്റർ ലോക്കൽ ലെവൽ വോയിസ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡർ ആൻഡ് കണ്ടക്ച്വലൈസേഷൻ സ്റ്റഡീസ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈസ്കൂൾ ലെവലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ അതിനെന്തുണ്ട്, കുറച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, കുറച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്ന, അതായത് കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്പ് എന്ന് വരുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ള ഒരു ബ്രോഷർ നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന ആളുകൾക്ക്, അങ്ങനെ പല പല കാറ്റഗറി പഠിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ലാസ്റ്റിൽ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മേജർ ആയിട്ടുള്ള, അതായത് നിങ്ങൾ ഓരോരോ ലെവൽ കഴിഞ്ഞ് വന്നിട്ട് അവസാനം മേജർ ആയിട്ടുള്ള ഒരു പൂളായിട്ട് മാറുന്നുണ്ട്. ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് അവർക്ക് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ വർഷത്തെ അല്ലെങ്കിൽ ഇനി അവർ ചെയ്യാൻ പോകുന്ന YIPയുടെ ഡിഫറെൻറ്റ് തീംസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തീംസായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ, അതായത് ഇനി ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് വേണം എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് വേണം എന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. ആക്ച്വലി ഇതെല്ലാം ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു എക്കോസിസ്റ്റത്തിനെയാണ്. നമ്മുടെ ടോട്ടൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളിലൊക്കെയാണ് ഇത് എന്ത് ചെയ്യാൻ പോകുന്നത്, എഫക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഏരിയാസ് എന്ത് ചെയ്യുന്നുണ്ട്, തീംസ് ആയിക്കൊണ്ട് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് തീമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓപ്പർച്യൂണിറ്റി ടു പ്ലേ എ റോൾ ഇൻ സോൾവിങ് കേരളാസ് റിയൽ ലൈഫ് പ്രോബ്ലംസ്. അതായത് ഇനി ചിലപ്പോൾ ഫ്യൂച്ചറിൽ കേരളത്തിലെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് വരുന്നത് എന്തായിരിക്കും, നിങ്ങളൊരു ഐഡിയ ആയിരിക്കാം. അത്രമാത്രം നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് കിട്ടും. എക്സ്പീരിയൻഷ്യൽ ജേർണി ഇൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ നിങ്ങളൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയയെ നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് അതിൻ്റെ മെൻറ്റർഷിപ്പ് എടുത്ത് അതിനൊരു പ്രൊഡക്റ്റാക്കി മാറ്റി ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി അതിന് സെയിൽസ് നടത്തി അതിൻ്റെ മാർക്കറ്റിംഗ് നടത്തി അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ, ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുന്ന ലൈഫ് സൈക്കിളിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ടെക്നിക്കൽ ആൻഡ് മോണിറ്ററി സപ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രി കണക്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളുടെയും കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. ദെൻ സപ്പോർട്ട് ഇൻ എക്സിക്യൂട്ടിംഗ് അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രൊജക്ട്സ്. നിങ്ങളിപ്പോൾ കോളേജിലെത്തി, ഇപ്പോൾ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് നിങ്ങൾ കോളേജിലൊക്കെ എത്തുന്ന സമയത്ത് അവിടെയുള്ള നിങ്ങളുടെ പ്രൊജക്ട്സിനുള്ള സപ്പോർട്ട് ഇവർ തരുന്നതാണ്. ദെൻ പാർട്ടിസിപ്പേഷൻ ഇൻ കോർഡിനേറ്റഡ് പ്രൊജക്ട്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് നമ്മുടെ നാട്ടിലുള്ള പല മേജർ പ്രൊജക്ട്സും, ഇപ്പോൾ ആർമിയുടേതായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പല ഗവൺമെൻറ്റിൻ്റെ പല ഭാഗങ്ങളുടെ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാവാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ദെൻ പാർട്ടിസിപ്പേഷൻ ഇൻ റെസിഡൻസി പ്രോഗ്രാംസ് ഓഫ് KUHS. ഇത്തരത്തിലുള്ള ഒരുപാട് ഗവൺമെൻറ് ഇത് മാത്രം ഒരുപാട് പ്രോഗ്രാംസിൻ്റെ പാർട്ടാവാൻ നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആഡിങ് വാല്യൂ ടു അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് പ്രോഗ്രാംസ് പറഞ്ഞു. സപ്പോർട്ട് ഓഫ് പാറ്റന്റിങ് ആൻഡ് പബ്ലിഷിംഗ് ഐഡിയാസ്. നിങ്ങളുടെ ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാറ്റന്റ് എടുക്കാം. അത് വേറെ ആളുകൾ പിന്നെ എന്ത് ചെയ്യില്ല, ആ ഐഡിയാസ് യൂസ് ചെയ്യില്ല. നിങ്ങൾക്ക് അത് നിങ്ങളുടെ പാറ്റന്റ് എടുത്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിസർച്ച് പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഹെൽപ്പ് തരും. ഇതൊക്കെ അവിടെയുണ്ട്. YIP ആസ് ലോഞ്ച് പാഡ് ഫോർ എൻ്റർപ്രണർഷിപ്പ്. അതായത് നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ഓണ്ടർപ്രണർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ അതിലോട്ടുള്ള ഒരു പാത്തായിട്ട് കൺസിഡർ ചെയ്യാം. അതിനുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസ് ഇവർ തരുന്നതാണ്. ദെൻ ക്യാഷ് പ്രൈസ് ഓഫ് 25,000 വിൽ ബി അവാർഡ് ടു ഡിസ്ട്രിക്ട് ലെവൽ വിന്നേഴ്സ് ആൻഡ് 50,000 വിൽ ബി അവാർഡ് ടു സ്റ്റേറ്റ് ലെവൽ വിന്നേഴ്സ്. ഓക്കെ, 25,000 50,000 ഒക്കെ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും വലിയ എമൗണ്ട് ആയിട്ട് തോന്നും. പക്ഷേ ആ എമൗണ്ടിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം ഇവർ തരുന്ന ഒരു അസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇത്രയും എക്സ്പേർട്സ് ആയുള്ള ആളുകൾ, മെൻറ്റേഴ്സ് ആയുള്ള ആളുകൾ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികൾ, ഇൻവെസ്റ്റേഴ്സ്, ഇവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും റിയൽ ലൈഫ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫേസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻസ് ആയിരിക്കും ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരുടെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള ഗവൺമെൻറ് തന്നെ ഒരു വിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ KDISC ഒഫീഷ്യൽ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലുണ്ട്. KDISC ഒഫീഷ്യൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനൽ കാണാൻ പറ്റും. അതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പല വർഷങ്ങളിലായിട്ട് ഈ ഒരു YIP പ്രോഗ്രാമിൽ വന്നവർ കൊണ്ടുവന്ന
പോകുന്ന പ്രൊഡക്റ്റ് എന്താണ്, അത് എങ്ങനെയാണ് അവർക്ക് ഫ്യൂച്ചറിലോട്ട് ഒരുപാട് ഉപകാരപ്പെട്ടത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്ന വീഡിയോസ്, പല ആളുകളുടെ വീഡിയോസ് അവർ ആ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, എല്ലാം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ ബ്രോഷർ ഇതിൻ്റെ താഴെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇപ്പോൾ അപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളും കൊടുക്കാവുന്നതാണ്. ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ YIP 5.0 എന്ന് പറയുന്നത് അതിൻ്റെ 5th വേർഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ഇതിപ്പോൾ നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇതേപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡിഫറൻറ്റ് ഓർഗനൈസേഷൻസ് നടത്തുന്ന, ഗവൺമെൻറ് നടത്തുന്ന, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ പല ആളുകൾ ചിലപ്പോൾ നിങ്ങളോട് കളിയാക്കിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഒരു സയൻറ്റിസ്റ്റ് ആവാൻ പോകില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് കാണിച്ചു കൊടുക്കണം, നിങ്ങൾ ശരിക്കും എന്താ ചെയ്യാൻ പോവാണ്, ഇന്നോവേറ്റീവ് ആയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സയൻറ്റിസ്റ്റിനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വേണ്ട ഒരുപാട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന ഒരാളായി മാറും എന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ഐഡിയാസ് ഉണ്ട്, നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസുള്ള സൊല്യൂഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ട്രൈ ചെയ്ത് നോക്കുക, ഒരുപാട് എക്സ്പോഷേഴ്സ് കിട്ടുന്നതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ, എനിക്കറിയാം XandY Learningന് 5ഓളം യൂട്യൂബ് ചാനലുകളുണ്ട്. ഈ യൂട്യൂബ് ചാനലുകൾ പലതിലായിട്ട് എന്ത് ചെയ്യും, റെസ്പെക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ഫർദർ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഓക്കെ, താങ്ക്